നമസ്കാരം. പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, മാറ്റം ആഗ്രഹിച്ച ജനങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് സംഭവിച്ചത്, ഇനി നല്ലൊരു ഭരണമായിരിക്കട്ടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന്. ആ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഉടനെയൊന്നും ഇവരെ വിമർശിക്കാനുള്ള വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന്. എന്നാൽ വൈകാതെ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. ശനിയാഴ്ച പെട്ടെന്നൊരു പ്രളയം നമ്മുടെ നാട്ടിലേക്ക് വന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ് കൂടുതലായിട്ട് അത് അഫക്ട് ചെയ്തത്. പത്തനംതിട്ട ജില്ലയിൽ നല്ല രീതിയിൽ വെള്ളം കയറി. റാന്നിയിലൊക്കെ നല്ല പെട്ടെന്നായിരുന്നു, രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ വെള്ളമാണ്. അതിനിടയ്ക്ക് 2-3 സ്ഥലത്ത് നല്ല രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി. ഉരുള് പൊട്ടി വീടിന്റെ മുകളിൽ വീണ് ആൾക്കാര് മണ്ണിനടിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അവിടേക്ക് രക്ഷാപ്രവർത്തകർ പെട്ടെന്ന് എത്തി എല്ലാവരും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇവിടെ എങ്ങും കാണാനില്ലായിരുന്നു. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ പോയി? ഏതായാലും ഞാനൊരു വാർത്ത കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. മഴക്കെടുതിക്കിടെ മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നിൽ പങ്കെടുത്തതിൽ വിവാദം പുകയുന്നു. ദൃശ്യങ്ങളടക്കം പങ്കുവച്ചാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. സർക്കാരിന്റെ അനാസ്ഥയും ഏകോപനക്കുറവ് മൂലം ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുന്നുവെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. മാറ്റം ആഗ്രഹിച്ചവർക്ക് അത് വേഗത്തിൽ കിട്ടിയെന്ന് പി രാജീവും പരിഹസിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് കെ മുരളീധരനും കെ പി നൌഷാദ് അലിയും രംഗത്ത് വന്നു. സംസ്ഥാനം മഴക്കെടുതിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മലപ്പുറത്തെ വിരുന്ന്. യൂത്ത് ലീഗ് നേതാവ് തന്നെയാണ് തന്റെ വീട്ടിലെ മേശ നിറയെ വിഭവങ്ങളുമായുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഇത് പ്രതിപക്ഷം ആയുധമാക്കി. ജനം വെള്ളത്തിൽ, മുഖ്യമന്ത്രി വിരുന്നിൽ എന്ന് പറഞ്ഞായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത നടപടിയെ രൂക്ഷമായി വിമർശിച്ച വി ഡി സതീശൻ സ്വകാര്യ ആവശ്യത്തിന് ഇതേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെയും പ്രതിപക്ഷം തുറന്നു കാട്ടുകയാണിപ്പോൾ. ഒരു മാറ്റം എന്ന ആഗ്രഹത്തിൽ വോട്ട് ചെയ്ത ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അതിവേഗതയിൽ തന്നെ മാറ്റത്തിന്റെ അനുഭവം നേരിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണേണ്ടത്. അവസാനം പറഞ്ഞത് വളരെ ശരിയാണ്. മാറ്റം ആഗ്രഹിച്ച ജനങ്ങൾക്ക് വല്ലാത്തൊരു മാറ്റമാണ് കിട്ടിയത്. ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സമയത്ത് മുഖ്യമന്ത്രിയെ കാണാനില്ല. വല്ലാത്ത കഷ്ടം. ഇതിനെക്കാട്ടിൽ ഉത്തരവാദിത്തം എനിക്കൊന്ന് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് പെട്ടെന്നൊരു പ്രളയം ഉണ്ടായപ്പോ, പെട്ടെന്ന് ദുരന്തം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി അവിടെയില്ല. മുഖ്യമന്ത്രി എവിടേക്ക് പോയി? മുഖ്യമന്ത്രി ആ ദിവസം മുഴുവൻ സ്വകാര്യ പരിപാടിയിലേക്ക് പങ്കെടുത്ത് ആസ്വദിച്ച് നടക്കുകയായിരുന്നു. ഇവനൊരു വിരുന്നും കൂടി. അപ്പൊ ഈ വിരുന്നിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ആ വിരുന്നിന്റെ ഫോട്ടോയൊക്കെ പങ്കുവെച്ച് നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. എന്തിനായിരുന്നു അങ്ങനെ ഒരു വിരുന്ന് കൂടിയത് എന്ന്. ആ സമയത്ത് ആൾക്കാർ ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തേ ആഹാരം കഴിച്ചുകൂടെയെന്ന്, മുഖ്യമന്ത്രിക്ക് എന്തേ ഉച്ചഭക്ഷണം കഴിച്ചുകൂടെയെന്ന്. മുഖ്യമന്ത്രിയോട് ഉച്ചഭക്ഷണം കഴിക്കണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങള്, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലുള്ള ഓരോ വ്യക്തിയുടെ മുകളിലും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ സ്വന്തം ജനങ്ങൾ മണ്ണിലടിയിൽ കിടക്കുമ്പോൾ തന്നെ വേണോ വിരുന്ന് കൂടാൻ? അദ്ദേഹത്തിന് വിശക്കുമ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ രാവിലെ തന്നെ ഈ പരിപാടികൾ മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യാമായിരുന്നു. സ്വകാര്യ പരിപാടിയാണ്. ഓക്കെ, ഉദ്ഘാടനം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ വിരുന്ന് ക്യാൻസൽ ചെയ്യാമല്ലോ. പൊന്നാനിയിൽ പോയി പങ്കെടുത്തതാണ്. ആ വിരുന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് ഭക്ഷണം വേസ്റ്റ് ആയി പോകും. അദ്ദേഹം വരുന്നില്ല എന്ന് അറിയുമ്പോൾ അവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകും. വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് നടത്താമല്ലോ. അദ്ദേഹം അവിടെ പെട്ടെന്ന് ചെന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം എവിടെ വേണമായിരുന്നു? പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് പോവുക, ദുരന്ത നിവാരണമൊക്കെ തന്നെ ഏകോപിപ്പിക്കുക. അവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി. പക്ഷെ മുഖ്യമന്ത്രിയെ കണ്ടില്ല. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇനി വേറൊരു വലിയ ആരോപണം വരുന്നുണ്ട്. 31-ാം തീയതി അദ്ദേഹത്തിന്റെ അമ്മായിയച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. മുഖ്യമന്ത്രിയൊക്കെയാണ്, ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. എന്നാൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു? ഈ പ്രളയത്തിന്റെ കാര്യം ഇദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ള ന്യായീകരണം മാത്രം പറയരുത്. കാരണം രാവിലെ മുതൽ എനിക്കൊന്ന് കേരളത്തിലുള്ള ഒരു കുഞ്ഞു വരെ അറിഞ്ഞു പ്രളയം നടന്ന കാര്യം. അതായത് ഉരുൾപൊട്ടൽ വന്നതും, ഉരുൾപൊട്ടലിന് മണ്ണിനടിയിലായ ആൾക്കാരുടെ കാര്യവും, റാന്നി മുഴുവൻ വെള്ളത്തിലായെന്നും, കോന്നി മുഴുവൻ വെള്ളത്തിലായെന്നും, പത്തനംതിട്ട ജില്ല മുഴുവൻ പ്രളയമായെന്നും എല്ലാം കേരളത്തിലുള്ള ഒരു കുഞ്ഞു പോലും അറിഞ്ഞതാണ്. കാരണം രാവിലെ മുതൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വാർത്തകളായിരുന്നു. എല്ലാ ആൾക്കാരും തലങ്ങും വിലങ്ങും എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഉത്തരവാദിത്തമുള്ള, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഔചിത്യ ബോധമുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യുക? നമ്മൾ അപ്പൊ തന്നെ പരിപാടി ക്യാൻസൽ ചെയ്യും. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. മണ്ണിനടി ജനങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അവിടെയാണ് എത്തേണ്ടത്. എന്റെ ഉത്തരവാദിത്തം അവിടെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ പരിപാടി ക്യാൻസൽ ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഹെലികോപ്റ്റർ എടുത്തോണ്ട് വന്നായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു.
കാരണം അദ്ദേഹം എറണാകുളത്താണ്, പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തണം. അതിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വിളിച്ച് പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിയായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു, സമ്മതിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം മറിച്ച് എന്താണ് ചെയ്തത്? തെറ്റ് തന്നെയാണ്. ഇതിനകത്ത് ന്യായീകരിക്കാൻ വേറെ ഒരു കാര്യവുമില്ല. പ്രതിപക്ഷം പറയുന്നത് ചുമ്മാതെയല്ല. പ്രതിപക്ഷമാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം. ഇതിനെക്കാട്ടിൽ വലിയ പ്രളയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അഭിമുഖീകരിച്ചിരുന്നു. അപ്പൊ പിണറായി വിജയനായിരുന്നു, അദ്ദേഹമായിരുന്നു മന്ത്രി. അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതേ ആൾക്കാർ തന്നെ പിണറായി വിജയൻ അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് വിമർശിച്ച വ്യക്തികളാണ്. അപ്പം മറ്റുള്ളവർ ചെയ്യുമ്പോൾ വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഒരു മരുമകൻ എന്നുള്ള രീതിയിൽ അമ്മായച്ചനെ കാണാൻ പോകേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഉത്തരവാദിത്തം പോലും, അതിന്റെ ഒരു പകുതി ഉത്തരവാദിത്തം പോലും ജനങ്ങളുടെ അടുത്ത് കാണിച്ചില്ലല്ലോ. അദ്ദേഹം ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനിലൊന്നും കിടക്കുമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ നോർമലി അങ്ങ് പോയാൽ പോരെ, എന്തിനെ ഹെലികോപ്റ്റർ എടുക്കണം? അനാവശ്യമായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. ഒരു പ്രിയദർശിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി വെച്ചിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടോണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഫണ്ടിങ്ങിന് വേണ്ടി ഇപ്പൊ പല പരിപാടിയും അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഔചിത്യ ബോധത്തോടു കൂടി പെരുമാറുക. അതിപ്പോ മുഖ്യമന്ത്രി ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇപ്പോ പ്രതിപക്ഷമായിക്കോട്ടെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ വിമർശിക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇവിടെ ഒന്നുമില്ല. അദ്ദേഹം ഫുഡ് കഴിക്കുക, വിശന്നിട്ട് ഫുഡ് കഴിച്ചതൊന്നുമല്ല. ഓക്കെ, ഒരു നേരം ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കത്തില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റേറ്റിന്റെ മുഴുവൻ കാര്യവും അദ്ദേഹത്തിന്റെ മണ്ടയ്ക്കാണ്. അത്രയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയുണ്ട്. പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. തൻ്റെതായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. പിന്നെ എന്തിനാണ് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? അപ്പൊ ന്യായീകരിക്കാൻ ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യം ന്യായീകരിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഒരു പ്രളയം വരുമ്പോൾ, ഒരു അത്യാവശ്യ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അവിടെ വേണമായിരുന്നു. ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ സുഖം മാത്രമാണ് നോക്കിയത്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഉത്തരവാദിത്തമില്ലായ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഉത്തരവാദിത്തമില്ലായ്മ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ആരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യണില്ല. ആരാണോ തെറ്റ് കാണിക്കുന്നത് തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. അതിപ്പോ സ്വന്തം പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണ്ടേ, അദ്ദേഹത്തിന്റെ വിശക്കത്തില്ലേ, മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള ആൾക്കാർ എത്ര നേരം ഭക്ഷണം കഴിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്താൻ പോയത്? അവിടെ പോലീസുകാർ ഓടിയെത്തി, ദുരന്ത നിവാരണ സേന ഓടിയെത്തി. അവരൊക്കെ 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ അവിടെ നിന്നത്? അല്ലല്ലോ. പ്രളയ സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാർ അവരിന്ന് 3 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ അവിടെ നിന്നത്? അവർക്കാർക്കും എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലല്ലോ. ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അപ്പൊ തന്നെ ആ സ്വകാര്യ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വന്നേനെ. നേരെ മറിച്ച് അദ്ദേഹം പോയി വിരുന്ന് സൽക്കാരമൊക്കെ കൂടി പയ്യെയാണ് വന്നത്.